ഇന്ന് നാം കേൾക്കാൻ പോകുന്ന കഥ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്നുമുള്ള 2 വ്യക്തികളെ പറ്റിയാണ്. ഇവരെ പറ്റി ആദ്യം തന്നെ പറയേണ്ടുന്ന ഒരു സവിശേഷ ഗുണമാണ് ഇവർ പ്രാർത്ഥനയിൽ മടുത്ത് പോകാത്തവർ ആയിരുന്നു എന്നുള്ളത്. യഹൂദ്യ രാജാവായ ഹേരോദാവിൻ്റെ കാലത്ത് അബിയാകൂറിൽ സെഖര്യാവ് എന്നു പേരുള്ള ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ അഹരോന്റെ പുത്രിയായ എലിസബത്ത് ആയിരുന്നു. ഇവർ രണ്ടുപേരും ദൈവമുമ്പാകെ വളരെ നീതിയുള്ളവരും കർത്താവിൻ്റെ കൽപ്പനകളെല്ലാം കുറ്റമില്ലാത്തവണ്ണം നടത്തിപ്പോരുന്നവരുമായിരുന്നു. എങ്കിലും ഏറെ പ്രായമായിട്ടും മക്കളില്ല എന്ന ഒരു വിഷമം അവരെ അലട്ടിയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ദൈവസന്നിധിയിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്തു വരികയായിരുന്ന ഇദ്ദേഹത്തിന് പുരോഹിത മര്യാദ പ്രകാരം കർത്താവിൻ്റെ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാനുള്ള നറുക്ക് വീഴുകയുണ്ടായി. ധൂപം കാട്ടുന്ന സമയത്ത് ജനമൊക്കെയും പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഈ സമയത്ത് കർത്താവിൻ്റെ ദൂതൻ ധൂപപീഠത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതായിട്ട് സെഖര്യാവിന് പ്രത്യക്ഷനായി. ദൂതനെ കണ്ട സെഖര്യാവ് വളരെയധികം ഭയന്നുപോയി. അപ്പോൾ ദൂതൻ സെഖര്യാവിനോട്, "സെഖര്യാവേ, നീ ഭയപ്പെടേണ്ട. ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു. നിന്നോട് സംസാരിപ്പാനും ഒരു സന്തോഷ വാർത്ത അറിയിപ്പാനുമാണ് എന്നെ അയച്ചിരിക്കുന്നത്. എന്താന്ന് വെച്ചാൽ, നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു. നിന്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് നിന്റെ ഭാര്യ എലിസബത്ത് ഒരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേരിടണം. എന്നിട്ട് പറഞ്ഞു, നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. അവൻ്റെ ജനനത്തിൽ പലരും സന്തോഷിക്കും. അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവനാകും. അവൻ മദ്യവും വീഞ്ഞും കുടിക്കുകയില്ല. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയും. അവൻ ഇസ്രായേൽ മക്കളെ പലരെയും ദൈവമായ കർത്താവിങ്കിലേക്ക് തിരിച്ചു വരുത്തും." അങ്ങനെ ദൂതൻ പറഞ്ഞു കേട്ട കാര്യങ്ങൾ സെഖര്യാവിന് വിശ്വസിക്കാനായില്ല. കാരണം സെഖര്യാവും സെഖര്യാവിൻ്റെ ഭാര്യയും വളരെ പ്രായം ചെന്നവരായിരുന്നു എന്നതുകൊണ്ടാണ്. അദ്ദേഹം ദൂതനോട് പറഞ്ഞു, "ഞാൻ എങ്ങനെയാണ് ഇത് വിശ്വസിക്കുക? കാരണം ഞാൻ വൃദ്ധനായി, എൻ്റെ ഭാര്യയും വയസ്സ് ചെന്നവളായിരിക്കുന്നു." ഇത് കേട്ട ദൂതൻ അവനോട് പറയുകയാണ്, "ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു. നിന്നോട് സംസാരിപ്പാനും ഈ സന്തോഷ വാർത്ത നിന്നെ അറിയിക്കുവാനും വേണ്ടിയാണ് എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള എൻ്റെ ഈ വാക്ക് നീ വിശ്വസിച്ചില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യം സംഭവിക്കുന്നതുവരെ നീ ഊമനായിരിക്കും. അതായത് നീ സംസാരിക്കാൻ കഴിയാത്തവനായിത്തീരും." ഈ സമയത്ത് സെഖര്യാവിനായി ജനമെല്ലാം ആശ്ചര്യത്തോടുകൂടി കാത്തിരിക്കുകയായിരുന്നു. സംസാരശേഷി നഷ്ടപ്പെട്ട് മിണ്ടാൻ കഴിയാത്തവനായി പുറത്തു വന്ന സെഖര്യാവിനെ കണ്ട ജനം അവൻ മന്ദിരത്തിൽ ഏതോ ദർശനം കണ്ടു എന്ന് മനസ്സിലാക്കി. സെഖര്യാവ് അങ്ങനെ ആംഗ്യം കാട്ടി ഊമനായി അവിടെ പാർത്തു. ശുശ്രൂഷക്കാലം കഴിഞ്ഞപ്പോൾ സെഖര്യാവ് സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങി. ആ നാളുകൾ കഴിഞ്ഞപ്പോൾ എലിസബത്ത് ഗർഭം ധരിച്ചു. എലിസബത്ത് പറഞ്ഞു, "മനുഷ്യരുടെ ഇടയിൽ എനിക്കുള്ള നിന്ദ മാറ്റുവാൻ എൻ്റെ കർത്താവ് എനിക്ക് ഇത് ചെയ്തു തന്നിരിക്കുന്നു" എന്ന്. ഭാഗം 2. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും മുമ്പോട്ട് പോയി. എലിസബത്ത് കാലം തികഞ്ഞപ്പോൾ അവൾ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. അങ്ങനെ കർത്താവ് അവളോട് കരുണ കാണിച്ചു എന്ന വിവരം എല്ലാവരും അറിഞ്ഞപ്പോൾ അവരോടുകൂടെ എല്ലാവരും സന്തോഷിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അയൽക്കാരും ചാർച്ചക്കാരുമൊക്കെ ഇവരുടെ സന്തോഷം പങ്കുവച്ചു. പിന്നെ 8-ാം നാളിൽ കുഞ്ഞിന് പേരിടുന്നതിനായി എല്ലാവരും ഒന്നിച്ചു കൂടുകയാണ്. എല്ലാവരും ചേർന്ന് കുഞ്ഞിന് സെഖര്യാവ് എന്ന് പേരിടുവാൻ ഭാവിക്കുകയാണ്. അപ്പോൾ കുഞ്ഞിൻ്റെ അമ്മയായ എലിസബത്ത് അത് സമ്മതിക്കുന്നില്ല. അപ്പോൾ അവരെല്ലാവരും പിന്നെ എന്ത് പേരിടണം കുഞ്ഞിന് എന്ന് ചോദിക്കുന്നുണ്ട്. ആ നേരം എലിസബത്ത് പറയുന്നു, "യോഹന്നാൻ എന്ന് പേരിടണം." അപ്പോൾ അവർ പറയുകയാണ്, "നിന്റെ ചാർച്ചക്കാരിൽ ഈ പേരുള്ള ആരും ഇല്ലല്ലോ" എന്ന്.
അതുകൊണ്ട് തന്നെ അവർ അപ്പനായ സഖരിയാവിനോട് എന്ത് പേരാണ് കുഞ്ഞിനിടേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അതിന് സഖരിയാവ് ഒരു എഴുത്തുപലക കൊണ്ടുവരുവാനായിട്ട് ആവശ്യപ്പെടുന്നു. അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ച് അവർ ആ എഴുത്തുപലക അദ്ദേഹത്തിൻ്റെ അടുക്കൽ കൊണ്ട് കൊടുക്കുന്നു. എഴുത്തുപലക മേടിച്ച സഖരിയാവ് കുഞ്ഞിൻ്റെ പേര് അതിലെഴുതി. സഖരിയാവ് എഴുതിയ പേര് യോഹന്നാൻ എന്ന് തന്നെ ആയിരുന്നു. ഇത് കണ്ട് ജനമെല്ലാം ആശ്ചര്യപ്പെട്ടു നിൽക്കുകയാണ്. അപ്പോൾ തന്നെ സഖരിയാവിൻ്റെ വായും നാവും തുറന്നു. അദ്ദേഹം സംസാരശേഷി ഉള്ളവനായി തീർന്നു. ഉടൻ തന്നെ അദ്ദേഹം ദൈവത്തെ നന്ദിയോടുകൂടി സ്തുതിക്കുവാൻ തുടങ്ങി. ഇത് കണ്ട ചുറ്റുമുണ്ടായിരുന്ന ജനത്തിനെല്ലാം ഭയമുണ്ടായി എന്ന് മാത്രമല്ല, യഹൂദിയ നാട്ടിലെല്ലായിടത്തും ഈ വാർത്ത പരക്കുവാൻ തുടങ്ങി. കേട്ടവർ അത് അവരവരുടെ ഹൃദയത്തിൽ നിക്ഷേപിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, ഈ പൈതൽ എന്തായിത്തീരും എന്ന്. കർത്താവിൻ്റെ കൈ അവനോടുകൂടെ ഉണ്ടായിരുന്നു. പ്രാർത്ഥനയുടെയും വിശ്വാസത്തിൻ്റെയും ഫലം എത്ര അത്ഭുതകരമാണ് എന്ന് നമുക്ക് ഈ കഥയിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ ഇവരെ പോലെ നമുക്കും ദൈവസന്നിധിയിൽ വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനയുണ്ട് എങ്കിൽ പല അത്ഭുതങ്ങളും നടക്കുവാനായിട്ട് ഇടയായിത്തീരും. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.